എല്ലാവരും എക്സാം ഒക്കെ എഴുതിയല്ലോ നന്നായിട്ട്. ഡിസംബർ 25 എന്താണ് ആഘോഷം? ക്രിസ്മസ് ആണല്ലേ അന്ന്. നിങ്ങൾക്ക് എല്ലാ പേർക്കും ഉണ്ണിയേശുവിന്റെ ജനനത്തെ കുറിച്ചറിയാമോ? കുറച്ചു പേർക്കെങ്കിലും അറിയില്ലല്ലേ? അജിതമ്മ പറഞ്ഞു തരാം. ഇന്ന് നമുക്ക് ഈശോയെ കുറിച്ച് കേട്ടും പാട്ടുകൾ പാടിയും സന്തോഷിക്കാം. കാരണം എന്താ? ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്. എല്ലാവരും ഉണ്ണിയേശുവിനെ കുറിച്ച് കേൾക്കാൻ റെഡിയാണല്ലോ. ഈശോയെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരും, പാട്ടുകൾ പാടും, നമുക്ക് സന്തോഷിക്കണ്ടേ? പണ്ട് 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 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദായിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരെന്താണെന്ന് അറിയാമോ? മേരി. അവൾ വളർന്ന് വലുതായി വിവാഹപ്രായമെത്തിയപ്പോൾ അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ജോസഫ്. അദ്ദേഹം ഒരു തച്ചനായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം മേരി വളരെ ഭക്തിയാണ് കേട്ടോ മേരി. ഒരു ദിവസം ഭക്തിയായ മേരി സന്ധ്യാസമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ നല്ല തൂവെള്ള ഉടുപ്പൊക്കെ ഇട്ട് ചിറകൊക്കെ വീശി അതാ വരുന്നൊരു മാലാഖ. ആ മാലാഖയുടെ പേരെന്താണെന്നറിയാമോ? ഗബ്രിയേൽ. ഗബ്രിയേൽ മാലാഖ. മാലാഖ മേരിയോട് പറഞ്ഞു, മേരി, നീ ഒരു പുത്രന് ജന്മം നൽകും. ആ പുത്രൻ ദൈവപുത്രനാണ്. അവൻ ധീരനും ശക്തിമാനുമാണ്. അവൻ മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. ജോസഫിന്റെയും മേരിയുടെയും കല്യാണം കഴിഞ്ഞു. മേരിയുടെ വയറ്റിൽ ദൈവപുത്രൻ ജനിച്ചു. അങ്ങനെ ഒരു ദിവസം ആ രാജ്യത്തെ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണെന്നറിയാമോ? ആ രാജ്യത്തെ ജനങ്ങളുടെ കണക്കെടുക്കുന്നതിനു വേണ്ടി എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി പേര് കൊടുക്കണം. ജോസഫും മേരിയും ഒരുപാട് ദൂരെയാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് പോകണ്ടേ? അങ്ങനെ ജോസഫും മേരിയും അവരുടെ സ്ഥലമായ ബത്ലഹേമിലേക്ക് പുറപ്പെട്ടു. അവസാനം അവർ ബത്ലഹേമിലെത്തി. ഗർഭിണിയായ മേരിക്ക് തീരെ വയ്യാതായി. അവർ ഒരു സ്ഥലം അന്വേഷിച്ച് എല്ലാ സത്രങ്ങളിലും മുട്ടി വിളിച്ചു. പക്ഷെ എവിടെയും അവർക്ക് താമസത്തിനായി സ്ഥലം കിട്ടിയില്ല. അങ്ങനെ അവസാനം ഒരു പശുത്തൊഴുത്തിൽ അവർക്ക് ഇത്തിരി സ്ഥലം കിട്ടി. അവിടെ വെച്ച് മേരി യേശുവിന് ജന്മം നൽകി. അപ്പോൾ മാലാഖമാർ കൂട്ടത്തോടെ പാട്ടുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അവിടെ തൊട്ടടുത്ത് കുറച്ച് ആട്ടിടയന്മാർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. മാലാഖമാർ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പശുത്തൊഴുത്തിൽ ഒരു ശിശുവിനെ കാണാം. അവൻ ദൈവപുത്രനാണ്. ആട്ടിടയന്മാർ വേഗം അവിടെ എത്തി യേശുവിനെ ആരാധിച്ചു. അപ്പോൾ മറ്റൊരിടത്ത് 3 സ്ഥലങ്ങളിലായി 3 ജ്യോതിഷികളായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവരുടെ തലയ്ക്ക് മുകളിൽ അതുവരെ കാണാത്ത ഒരു നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതുവരെ നടന്നിട്ടില്ലാത്തത് എന്തോ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ കയ്യിലുള്ള സമ്മാനങ്ങളും എടുത്ത് ആ നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ യാത്രയായി. പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവയായിരുന്നു ആ സമ്മാനങ്ങൾ. നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ രാജാക്കന്മാർ സഞ്ചരിച്ചു. അവസാനം അവർ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി.
ഉണ്ണിയേശുവിനെ കണ്ടു, സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. എല്ലാവർക്കും ഉണ്ണിയേശുവിനെ ഇഷ്ടമായോ? ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ആദ്യം വരിക? പുൽക്കൂട്, പിന്നെ ക്രിസ്മസ് ട്രീ, പിന്നെ സ്റ്റാർ അല്ലേ? പുൽക്കൂട് എന്തിനാണ് നമ്മൾ ഒരുക്കുന്നത്? ഉണ്ണിയേശു പിറന്നത് കാലിത്തൊഴുത്തിലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പുൽക്കൂട് ഒരുക്കി അതിനുള്ളിൽ ഉണ്ണിയേശുവിനെയും മറിയത്തെയും ജോസഫിനെയും ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ വെക്കുന്നത് അല്ലേ? ഇനി ക്രിസ്മസ് ട്രീ, ഇത് ഡിസംബർ മാസമല്ലേ? അവസാനത്തെ മാസമല്ലേ? വർഷത്തിലെ അവസാനത്തെ മാസം. ഡിസംബർ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നല്ല കുളിരുള്ള മഞ്ഞാണല്ലേ? അതെ, ഈ ഡിസംബർ മാസത്തിലാണല്ലോ ഉണ്ണിയേശു ജനിച്ചത്. അപ്പോൾ മരങ്ങളെല്ലാം മഞ്ഞു വീണ് നല്ല മനോഹരമായി കാണപ്പെട്ടു. അതിനുവേണ്ടിയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത്. പിന്നെ സ്റ്റാർ എന്തിനാണ്? രാജാക്കന്മാരെ വഴികാട്ടിയായി ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു അല്ലേ? ആ നക്ഷത്രം നമുക്കും വഴികാട്ടിയാകും. അതിനുവേണ്ടിയാണ് നമ്മൾ നക്ഷത്രം വീട്ടിൽ വെച്ച് അലങ്കരിക്കുന്നത് അല്ലേ? ഇനി സമ്മാനങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന് ധാരാളം സമ്മാനങ്ങൾ കിട്ടുമല്ലേ? എല്ലാവരും വീട്ടിൽ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് അപ്പൂപ്പനോടൊപ്പം ഒരു പാട്ട് പാടിയാലോ?